ഹലോ ഫ്രണ്ട്സ്, നമ്മൾ അടുക്കളയിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്യുന്ന പല ജോലികളും നമുക്ക് സിമ്പിളായിട്ട് വെറും 1 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന കുറച്ച് നല്ല ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ഫസ്റ്റ് ടിപ്സ് ഒന്ന് നോക്കാം. ഞാൻ ചെറിയൊരു പാത്രത്തിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ ഇതേപോലെ മൺപാത്രങ്ങൾ ആവശ്യം കഴിഞ്ഞ് നമ്മൾ കഴുകി വെക്കാറുണ്ടാവും. അപ്പൊ നമ്മൾ ദിവസേന ഉപയോഗിക്കുന്നതാണെങ്കിൽ ഓക്കെ, പക്ഷെ നമ്മൾ കുറച്ച് ദിവസമൊക്കെ എടുക്കാതെ വെക്കുന്ന ഇതുപോലുള്ള മണ്ണിന്റെ ചട്ടികൾ നമുക്ക് പൂപ്പല് പിടിക്കാതെയും അതേപോലെ തന്നെ ദീർഘകാലം അത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു ടിപ്സ് ഫോളോ ചെയ്ത് നോക്കട്ടോ. ഒരല്പം വെളിച്ചെണ്ണ ഇതുപോലെ ആ ഒരു ചട്ടിയിലേക്ക് ഒറ്റിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ചട്ടിയുടെ ഉൾഭാഗം മുഴുവനായിട്ടൊന്ന് തേച്ച് കൊടുക്കാം, പുറം ഭാഗവും തേച്ച് കൊടുക്കാം. നമുക്ക് ചട്ടിക്ക് നല്ല ഈട് നിൽക്കാനും പൂപ്പൽ വരാതിരിക്കാനൊക്കെ ഇതുപോലെ എണ്ണ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം എടുത്തു വെക്കണമെന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടുന്നതായിരിക്കും കേട്ടോ. നമ്മൾ ഏത് ചട്ടിയും എത്ര കാലം ഉപയോഗിച്ചാലും പൊട്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് ഏറ്റവും നല്ലതാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കഴുകി തുടച്ച് എണ്ണ തേച്ച് വെച്ച് കഴിഞ്ഞാൽ നോൺ സ്റ്റിക്ക് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഈ ഒരു മൺചട്ടി നമുക്ക് ഉപയോഗിക്കാനായിട്ടും സാധിക്കുന്നതാണ്. ഇതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കാണ്ട് മാറ്റി വെച്ചിട്ടുള്ള ഇതുപോലത്തെ ഓട്ടുപാത്രങ്ങള്, കിണ്ടികള്, വിളക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ എപ്പോഴൊന്നും ഉപയോഗിക്കാറുണ്ടാവില്ല. അപ്പൊ അത്തരം പാത്രങ്ങൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നന്നായിട്ട് തുടച്ചതിന് ശേഷം ഒരല്പം വെളിച്ചെണ്ണ എടുക്കുകയാവും ഏറ്റവും നല്ലത്. കറയോ പൂപ്പലോ ഒന്നും വരില്ല. മറ്റു ഓയിലിനെക്കാട്ടിലൊക്കെ എപ്പോഴും വെളിച്ചെണ്ണ കേട്ടോ ഇങ്ങനെ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത്. ഒരല്പം എണ്ണ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓട്ടുപാത്രങ്ങളിൽ ക്ലാവ് പിടിക്കുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും കഴുകി വൃത്തിയാക്കുമ്പോൾ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മൾ ഉപയോഗിക്കാണ്ട് മാറ്റി വെക്കുന്നത് ഇതുപോലെ ഒന്ന് എണ്ണ തേച്ച് തുടച്ച് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് എണ്ണ ഉണ്ടെങ്കിൽ ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറോ എടുത്തിട്ട്, കോട്ടന്റെ തുണി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കാം, മുകളിൽ ഒരുപാട് എണ്ണ ഉണ്ടെങ്കിൽ മാത്രം. എന്നിട്ട് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എത്ര കാലം കഴിഞ്ഞാലും ക്ലാവ് പിടിക്കില്ല കേട്ടോ. അപ്പൊ ഇതൊന്ന് ചെയ്ത് നോക്കണേ. അടുക്കളയിൽ മറ്റൊരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മിക്സിയുടെ ജാറ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ജാറ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് 2-3 ദിവസം നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതുപോലെ ആ ബ്ലേഡ് നന്നായിട്ട് ടൈറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ടൈറ്റ് ആവുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ചിലപ്പോൾ അതിൻ്റെ അരിപ്പൊടിയുടെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫുഡിന്റെ ഭാഗം അവിടെ പോയി ഇരുന്ന് ടൈറ്റ് ആയിട്ടുണ്ടാവും. അല്ല എന്നുണ്ടെങ്കിൽ തുരുമ്പ് വന്നിട്ടും അവിടെ ടൈറ്റ് ആയി പോകാറുണ്ട്. അപ്പൊ ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. ഫില്ലറിലാക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഗ്യാപ്പിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഈസി ആയിട്ടുണ്ടാവും. വെളിച്ചെണ്ണ ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ മിക്സിയുടെ ഈ ഒരു ജാറിലേക്ക് ആ ഒരു ഗ്യാപ്പിലേക്ക് ഒറ്റിച്ചു കൊടുത്തതിന് ശേഷം എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഓപ്പൺ ചെയ്തിട്ട് തന്നെ ഞാൻ അടയ്ക്കുന്നില്ല, മിക്സിയുടെ ജാർ അടയ്ക്കാതെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സിയിൽ വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ആ ബ്ലേഡിന്റെ എല്ലാ ഒരു ഗ്യാപ്പിലെല്ലാം ആ എണ്ണ പോയി നല്ല രീതിയിൽ അവിടെ സ്മൂത്ത് ആയി കിട്ടുന്നതാണ്. ഇതുപോലെ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ചെയ്തു നോക്കണേ. അടുക്കളയിൽ ഏറെ പ്രയോജനം ചെയ്യുന്ന മറ്റൊരു ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫ്രിഡ്ജ് ഇതുപോലെ ഡബിൾ ഡോർ ആണെന്നുണ്ടെങ്കിൽ, സിംഗിൾ ഡോർ ആണെങ്കിലും നമ്മൾ ഈ ഡോറിന് നമുക്ക് പിടിക്കാനുള്ള ഹാൻഡിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഓക്കെ. അത്തരം ഇതുപോലെ ഹാൻഡിൽ ഇല്ലാത്ത ഫ്രിഡ്ജ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇതിങ്ങനെ തുറക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എപ്പോഴും നമ്മൾ കിച്ചണിൽ വെക്കുന്ന സമയത്ത് കയ്യിലൊരു അല്പം നനവുണ്ടെങ്കിൽ നമ്മളിത് എപ്പോഴും ഈ ഒരു പിടിച്ചിട്ട് ആ ഒരു ഭാഗത്ത് തുരുമ്പ് വരാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ തുരുമ്പ് വന്നിട്ടുമുണ്ട്, പല ഫ്രിഡ്ജുകൾക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം ആ ഒരു തുരുമ്പ് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഡോർ അടയ്ക്കും തുറക്കുന്ന സമയത്ത് ആ ഒരു ഗ്യാപ്പിലാണ് പൊതുവെ നമ്മുടെ കയ്യിലുള്ള നനവ് തട്ടിയിട്ട് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണ എടുക്കാം. വെളിച്ചെണ്ണ ചെറിയൊരു കോട്ടണിലോ അല്ലെങ്കിൽ ഒരു പഞ്ഞിയിലോ നന്നായിട്ടൊന്ന് മുക്കിയതിന് ശേഷം ആ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് തടവി കൊടുക്കുക. അതുപോലെ തന്നെ ഫ്രിഡ്ജിന്റെ പുറം ഭാഗത്തെല്ലാം നമുക്ക് ഈ ഒരു വെളിച്ചെണ്ണ മുക്കിയിട്ടുള്ള കോട്ടന്റെ തുണി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫ്രിഡ്ജ് എന്നും പുതിയതുപോലെ ഷോറൂമിലുള്ള എങ്ങനെയാണോ തിളക്കം അതുപോലെ നിൽക്കൂട്ടോ. അപ്പൊ നമുക്ക് ഈ നനവ് തട്ടുന്ന ഭാഗത്ത് പ്രധാനമായിട്ടും നമ്മൾ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഈ ഒരു വെളിച്ചെണ്ണ ഉപയോഗിച്ചുകൊണ്ടൊന്ന് ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തുരുമ്പ് വരാതിരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫ്രിഡ്ജിന് ഒരുപാട് ദിവസം അല്ലെങ്കിൽ ഒരുപാട് കാലം നമുക്കിത് പുതിയതുപോലെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു ടിപ്സ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തൊരു ടിപ്സ് എന്താ നോക്കാം. നമ്മൾ വാതിലുകൾ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നല്ലതുപോലെ ടൈറ്റ് ഉണ്ടാവും, ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ള ശബ്ദം ഉണ്ടാവും. അപ്പൊ അത് നമുക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫില്ലറിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഈ ഒരു ആ ഒരു വിജാഗിരി പറയില്ലേ,
അതിലേക്ക് ഒരു അല്പം ഒറ്റിച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് ഒറ്റിച്ച് അതിൻ്റെ എല്ലാ ഭാഗത്തും ആ എണ്ണ ഇറങ്ങി വരാനായിട്ട് കുറച്ച് സമയം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആ വാതിലൊന്ന് അടയ്ക്കും തുറക്കും ചെയ്ത് നോക്കൂ. വാതിലിന്റെ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കി കിട്ടുന്നതാണ് കേട്ടോ. ചെയ്ത് നോക്കണേ. ഒരു ചെറിയ പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്കൊരു കോട്ടൻ്റെ ചെറിയൊരു പഞ്ഞിയുടെ പീസും എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന ഷൂസുകൾ നമ്മൾ പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഡസ്റ്റ് ആവുകയും അതിൻ്റെ പോളിഷ് നഷ്ടപ്പെട്ട പോലെയും ഉണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ വെളിച്ചെണ്ണയിൽ മുക്കി വെച്ചിട്ടുള്ള പഞ്ഞി ഉണ്ടല്ലോ, അത് എടുത്തിട്ട് ഈ ഒരു ഷൂവിൻ്റെ മുകളിലേക്ക് നമ്മളൊന്ന് ഒന്ന് ഒന്ന് തൊട്ട് കൊടുത്താൽ മതി. ആ തൊട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ അത് നല്ല രീതിയിൽ ഷൈനിങ് ആയി കിട്ടുകയും നല്ല രീതിയിൽ ആ ലെതറിന് നല്ലൊരു എന്താ ഭംഗി കൊടുക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതുപോലെ നമ്മൾ ഷൂല് മാത്രമല്ല, ഇത് ലെതറിന്റെ നമ്മുടെ പേഴ്സ്, ബാഗ്, ബെൽറ്റുകള്, ഇത്തരം പല തരത്തിലുള്ള സാധനങ്ങളിലും നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഈ ഷൂ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പോളിഷ് ചെയ്ത് കിട്ടുന്നതാണ്. അതുകൂടാതെ ഒരു പുതിയ ഷൂ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ ടൈറ്റ് ഉണ്ടാവും. ചിലപ്പോൾ നല്ല വേദന, മുറിവൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ ഈ ഒരു ഷൂവിന്റെ ഈ ഒരു ബാക്ക് ഭാഗത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് തടവി കൊടുത്ത് ഒരു 2-3 തവണ നന്നായിട്ടൊന്ന് അമർത്തി തുടച്ചു കൊടുക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിന്റെ ബുദ്ധിമുട്ട്, ആ ഒരു ടൈറ്റ് ആയിട്ടുള്ള ആ ഒരു പ്രശ്നം ഒഴിവായി കിട്ടുന്നതാണ്. ബാത്റൂമിന്റെ വാതിലിൽ സോപ്പും ഉപ്പിന്റെ ഒക്കെ ഒരു കറ പിടിച്ചിട്ടുണ്ട്. ഇവിടെ ബോറിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നത് ബാത്റൂമിൽ, നമുക്ക് നല്ല വെള്ളമല്ല. അപ്പൊ നമ്മൾ ഈ സോപ്പും വെള്ളമൊക്കെ കൂടി മിക്സ് ആയിട്ട് വാതിൽ നല്ല രീതിയിൽ കറ പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ ഉപ്പ് കറയും സോപ്പിന്റെ അംശമൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് കോട്ടന്റെ തുണി എടുത്തിട്ട് വെളിച്ചെണ്ണയിൽ മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ഒട്ടും ബുദ്ധിമുട്ടണ്ട. ആ ഒരു തുണി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തുടച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ എല്ലാ അഴുക്കും അവിടെയുള്ള പിടിച്ചുള്ള ഉപ്പിന്റെ കറ വരെ നമുക്ക് പോയി കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ ഉരച്ച് സോപ്പെല്ലാം ഇട്ട് ഉരച്ച് ബ്ലീച്ചിങ് അല്ലെങ്കിൽ സോപ്പ് പല ലിക്വിഡുകൾ ഇട്ട് നമ്മൾ ഉരച്ച് കഷ്ടപ്പെടുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഇതുപോലെ വെറും 2 മിനിറ്റ്സിൽ തന്നെ മുഴുവനും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഈ ഒരു വെളിച്ചെണ്ണ കൊണ്ടുള്ള ഈ ഒരു ടിപ്സ് എല്ലാവർക്കും ഉപയോഗപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇത് എന്തായാലും നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് മറന്നു പോകരുതേ. അടുത്തൊരു ടിപ്സ് എന്താ നോക്കാം. നമുക്ക് വെളിച്ചെണ്ണ ഒരു ചെറിയൊരു സ്പൂണിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് നെറ്റിയിലെല്ലാം കഫം കെട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു തലവേദന അസഹനീയമായിരിക്കും. അപ്പോൾ അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി വെളിച്ചെണ്ണേൻ്റെ കൂടെ നമുക്ക് ഒരു ചെറിയ പീസ് പച്ചക്കൽപ്പൂരാണ് കേട്ടോ പൊടിച്ചിട്ട് കൊടുക്കുന്നത്. പച്ചക്കൽപ്പൂരം ഇട്ട് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. എന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ആ ഒരു കർപ്പൂര എണ്ണയിലേക്ക് അലിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ ചൂടാവുന്നതാണ് കേട്ടോ. വെളിച്ചെണ്ണ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചൂടായി കിട്ടും. എന്നിട്ട് ഇങ്ങനെ ചൂടാക്കി എടുത്തത് നമ്മുടെ കൈ തൊട്ടാൽ പൊള്ളാത്ത രീതിയിലുള്ള ചെറിയൊരു ചൂട്, ആ ചൂടിൽ നമുക്ക് ഈ ഒരു എണ്ണ എടുത്തിട്ട് നമുക്ക് ആ തലവേദന ഉള്ള സമയത്ത് കഫം കെട്ടിയിട്ടുണ്ടാവും, നെറ്റിയിലൊക്കെ കഫം കെട്ടി കഴിഞ്ഞാൽ ഭയങ്കര വേദനയായിരിക്കും. അവിടെ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്ത് തടവി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ആ തലവേദന നിങ്ങൾക്ക് മാറി കിട്ടുന്നതാണ് കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് തലവേദന വന്നു കഴിഞ്ഞാൽ വിക്സോ അല്ലെങ്കിൽ ടാബ്ലറ്റോ കഴിക്കുന്നതിന് മുന്നേ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഡോക്ടറെ സമീപിക്കേണ്ടതാണ് കേട്ടോ. എല്ലാ വീട്ടമ്മമാർക്കും എല്ലാ അടുക്കളയിലും പ്രയോജനപ്പെടുന്ന ഒരു ടിപ്സ് ആണ്. നമ്മളിപ്പോ എന്താ ഗ്യാസ് സ്റ്റൗവിലാണെന്ന് നമ്മൾ കുക്ക് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഒരു പ്രശ്നമില്ല. നമ്മുടെ ചെമ്പിലും പാത്രത്തിലൊന്നും ഒരിക്കലും കരി പിടിക്കില്ല. ഇപ്പോൾ എല്ലാ വീടുകളിലും വിറകടുപ്പ് അല്ലെങ്കിൽ മണ്ണെണ്ണ സ്റ്റൗ പോലത്തെ ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അടുപ്പുകൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് എന്തായാലും പാത്രത്തിന്റെ അടിഭാഗം നല്ല രീതിയിൽ കരി പിടിക്കുന്നതാണ്. കരി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ഉരച്ച് ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു പണി പിടിച്ച പണി തന്നെയാണ്. അപ്പൊ നമുക്ക് ഒട്ടും കരി പിടിക്കാതെ നമുക്ക് സോപ്പോ വെള്ളമോ ഒന്നും ഉപയോഗിക്കാണ്ട് ആ കരിയെല്ലാം നമുക്ക് പെട്ടെന്ന് ക്ലീൻ ആക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അടുപ്പിൽ വെക്കുന്നതിന് മുന്നേ ആ ഒരു പാത്രം ഏതാണോ അതിന്റെ മുകളിലേക്ക് അതിന്റെ ആ ഒരു നമ്മൾ തീയിലേക്ക് വെക്കുന്ന ഒരു ഇതില്ലേ, ആ ഒരു ഭാഗത്ത് ആ പാത്രത്തിന്റെ പുറം ഭാഗത്ത് വെളിച്ചെണ്ണ ഇതുപോലെ മുഴുവനായിട്ടൊന്ന് തടവി കൊടുക്കാം. എണ്ണമയം ആ ഒരു പാത്രത്തിന്റെ പുറം ഭാഗത്ത് മുഴുവനായിട്ട് വരണം, ഉള്ളിലുമെല്ലാം. പാത്രത്തിന്റെ പുറം ഭാഗത്ത് നന്നായിട്ട് എണ്ണ ഇതുപോലെ പരട്ടി കൊടുക്കുക കേട്ടോ. നമ്മൾ ഇതുപോലെ എണ്ണ പുരട്ടിയെന്ന് വിചാരിച്ചിട്ട് നമുക്ക് മറ്റു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകളും ഒരു അപായവും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ലൈവായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നന്നായിട്ട് ഞാൻ എണ്ണ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ തേച്ചതിന് ശേഷം നമ്മൾ ഇതിനും ഞാൻ എൻ്റെ അടുത്തുള്ള സ്റ്റൗ എന്ന് പറയുന്നത് ഡീസൽ ഒഴിച്ചിട്ട് കത്തിക്കുന്ന സ്റ്റൗ ആണ് കേട്ടോ. നമുക്ക് ഈ ഗ്യാസ് സിലിണ്ടർ കിട്ടാൻ ലേറ്റ് ആയാലോ എന്ന് വിചാരിച്ച് സേഫ്റ്റിക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ള ഒരു സ്റ്റൗ ആണ് കേട്ടോ. അപ്പൊ ഞാൻ കത്തിച്ചിട്ടുണ്ട്. നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല രീതിയിൽ ചൂടുണ്ട്. അതേപോലെ തന്നെ കരി പിടിക്കാനും 100% സാധ്യതയുള്ള ഒന്നും കൂടിയാണ്.
അപ്പോൾ നന്നായിട്ടൊന്ന് കത്തി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എണ്ണ തേച്ച് വെച്ചിട്ട് പാത്രമാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിലേക്ക് ഞാനിപ്പോൾ വെള്ളമാണ് തിളപ്പിച്ചെടുക്കുന്നത്. വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസ് സ്റ്റവിന്റെ ചൂട് തന്നെ നമുക്ക് ഈ ഒരു സ്റ്റവിനും കിട്ടുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ വെള്ളം തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി വെള്ളം ഞാൻ ഒന്ന് മാറ്റിയതിന് ശേഷം ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ, ഒട്ടും തന്നെ അതിന്റെ കരി അതിൽ പിടിക്കാത്ത രീതിയിലാണ് ആ ഒരു ചെമ്പിലുള്ളത്. അപ്പൊ കൈ വെച്ച് തുടയ്ക്കുന്ന സമയത്ത് തന്നെ പോരുന്നുണ്ട്. ഞാൻ ചെറിയൊരു കോട്ടന്റെ തുണി എടുത്തിട്ട് നിങ്ങൾക്ക് തുടച്ച് കാണിച്ചു തരാം. എണ്ണമയം ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കരി അവിടെ പിടിക്കില്ല. നല്ല രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു കരിയെല്ലാം ഇതുപോലെ തുടച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മൾ വിറകടുപ്പിനെ പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ എന്താ പുകയില്ലാത്ത അടുപ്പിലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ആ തീ തട്ടുന്ന ഭാഗത്ത് മാത്രമേ കരി ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള അടുപ്പിൽ പല ആളുകളും നമ്മൾ കുക്കർ വരെ അതിന് മുകളിൽ വെക്കാറുണ്ട്. അപ്പൊ ഈ കുക്കറിലൊക്കെ ഇതുപോലെ എണ്ണ തടവിയിട്ട് നിങ്ങൾ ഒന്ന് കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുക്കർ നിങ്ങൾക്ക് ഒരിക്കലും കരി പിടിക്കില്ല കേട്ടോ. നിങ്ങൾ ഇനി എന്തിപ്പോ സ്റ്റീലിന്റെ ആണെങ്കിലും അലുമിനിയത്തിന്റെ ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ മണ്ണിന്റെ പാത്രമാണെന്നുണ്ടെങ്കിലും കരി പിടിക്കാതിരിക്കാൻ ഇതുപോലെ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുത്താൽ മതി. അപ്പൊ എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടുന്നതാണ്. ഞാനിത് സോപ്പോ വെള്ളമോ ഒന്നും തന്നെ ഉപയോഗിച്ചില്ല, ആ തുണി കൊണ്ടൊന്ന് തുടച്ചിട്ടേ ഉള്ളൂ. ചില ആളുകൾ വിറകടുപ്പിൽ നമ്മൾ ഇതുപോലെ പാത്രം വെക്കുന്ന സമയത്ത് ചാരം കുറച്ച് നനച്ചിട്ട് അത് മുഴുവനായിട്ട് തേച്ച് കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്ത് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഒട്ടും കരിയൊന്നും പിടിക്കാൻ നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ പാത്രത്തിലോ പിടിക്കാണ്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഉണ്ടാക്കുന്ന പത്തിരിയോ നൂലുപുട്ടോ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു സൂത്രമാണ്. അതിനായിട്ട് വേണ്ടത്, ഞാൻ കുക്കർ എടുക്കുന്നുണ്ട്. കുക്കറിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു, ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ഒരു സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. വെള്ളം ഒന്ന് നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഇനി നമുക്ക് നൂൽപുട്ടാണെങ്കിലും അതേപോലെ തന്നെ പത്തിരി ആണെന്നുണ്ടെങ്കിലും ആ ഒരു തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ആ പൊടി ഒന്ന് ചേർത്തി കൊടുക്കാം. ഞാൻ പത്തിരിക്ക് വേണ്ടിയിട്ടാണ് കുഴയ്ക്കുന്നത് കേട്ടോ. നിങ്ങൾ പത്തിരിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നൂൽപുട്ടിനാണെന്നുണ്ടെങ്കിൽ ചില ആളുകൾ വെള്ളം പൊടിയിലേക്ക് ഒഴിക്കാറായിരിക്കും. അപ്പോൾ ഇത് പത്തിരി ആയതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും നനവ് വരുന്നതിന് വേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുക്കറിന്റെ അടപ്പെടുക്കുക. വാഷറും അതേപോലെ തന്നെ വിസിലും ഒക്കെ വേണം കേട്ടോ. എന്നിട്ട് അത് അടച്ചിട്ട് ഒരു 10 മിനിറ്റ് വെക്കുക. എന്നിട്ട് അത് ഒന്ന് എടുത്ത് തുറന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാവ് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് കേട്ടോ. പത്തിരിക്ക് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കുഴച്ച് ഒരുപാട് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പത്തിരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ പത്തിരിക്ക് മാവ് കുഴക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നൂൽപുട്ടിന് മാവ് കുഴക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. ഇന്നത്തെ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.